ഹലോ ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മോർണിംഗ് കുറച്ച് കൊറിയർ പാക്ക് ചെയ്ത് അയക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്തു. ഈ വട്ടം നമുക്ക് ഓർഡേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഗപ്പി വെറൈറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂറസന്റ് ഗ്രീൻ വെയിൽ ടെയിൽ സീബ്രാസിന്റെ കുറച്ച് ബ്രീഡിംഗ് പെയർസിന്റെ ഓർഡേഴ്സും ആയിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷ്രിമ്പിന്റെ ഓർഡർ കിട്ടി, നമ്മുടെ ക്രൈഫിഷിന്റെ ഓർഡർ കിട്ടി. അങ്ങനെ ഈ വട്ടം ഗപ്പീസ് മാത്രമല്ല കിട്ടിയ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള പല പല വെറൈറ്റി ഫിഷസിന്റെ ഒരു ഓർഡർ ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരുന്നത്. എനിക്ക് മോർണിംഗ് കിട്ടിയ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൊറിയറേഴ്സിന്റെ ഓർഡേഴ്സ് ഞാൻ എടുത്ത് തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. എങ്കിലും എനിക്കറിയാം ഞാൻ കുറച്ച് ഓർഡേഴ്സ് ഒന്നും കാണാതെ പോകുന്നുണ്ട്. ദയവേത് നിങ്ങൾ ക്ഷമിക്കുക, വരും ദിവസങ്ങളിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൊറിയറിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷസിന് ഫീഡ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ പിങ്കുവിന്റെ ടാങ്കിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ കാഴ്ചയായിരുന്നു. വേറെ ഒന്നുമല്ല, പിങ്കൂസിന്റെ പേരൻസും കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നടക്കുവാണ്. അവിടെ നമുക്ക് പേരന്റൽ കെയറിംഗ് പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം അവരൊന്നും അവരുടെ കുട്ടികളെ എങ്ങനെ വലുതായിട്ട് കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതുവരെ ഞാൻ വളർത്തിയത് വളരെ എളുപ്പമായിട്ട് എനിക്ക് വളർത്താൻ പറ്റുന്ന, അതേപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ടെയിൽ പിങ്കു തന്നെയാണ്. നമ്മുടെ ഫാമിലെ ഓരോ ഗപ്പി സ്ട്രെയിൻസിലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ ഓരോ സ്ട്രെയിൻസ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ സ്ട്രെയിൻസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും.